വരാനിരിക്കുന്ന ദിവസങ്ങൾ എല്ലാവർക്കും കാണാം. കോടതിയിൽ കേരള ഹൈക്കോടതി അല്ല സുപ്രീം കോടതിയിൽ കെ ജയകുമാർ IAS അവർകൾ ഒരു അഫിഡവിറ്റ് കൊടുക്കും, സത്യവാങ്മൂലം കൊടുക്കും. അതിനകത്ത് ശബരിമലയിൽ നിലവിലുള്ള ആചാരം സംരക്ഷിക്കപ്പെടണം എന്നതായിരിക്കും കൊടുക്കുക. അപ്പോൾ സ്ത്രീകൾ കയറേണ്ട, 10-9 വയസ്സിനിടയ്ക്ക് കയറേണ്ട. കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കും, അതിനകത്തും പറയും ആചാരം സംരക്ഷിക്കണം, 10-9 വയസ്സിനിടയ്ക്ക് കയറേണ്ട. ഇത് രണ്ട് കൊടുത്തു കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ചാനലുകളെല്ലാം കൂടി എടുത്തു വെച്ച് സുകുമാരൻ നായരെ വിളിക്കും. സുകുമാരൻ നായർ പറയും പിണറായി കീ ജയ്. ഉടനെ അടുത്ത ചാനൽ, വേറൊരു ചാനൽ വെള്ളാപ്പള്ളിയെ വിളിക്കും. വെള്ളാപ്പള്ളി പറയും അന്നേ ഞാൻ പറഞ്ഞില്ലേ പിണറായി ആചാര സംരക്ഷകനാണ്, പിണറായി അയ്യപ്പൻ്റെ സ്വന്തം ആളാണ്, പിണറായി അന്ന് എന്തോ ഒരു അബദ്ധം പറ്റി നാട്ടിലില്ല, അമേരിക്കയിലായിപ്പോയതുകൊണ്ട് പറ്റിയതാണ്, ഇപ്പോൾ എന്തായാലും അദ്ദേഹം നാട്ടിലുണ്ട്, അദ്ദേഹം വളരെ കൃത്യമായി ഇനി അത് കൊടുക്കും. പക്ഷേ കൊടുക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പിണറായി വിജയൻ ചെയ്യും. പിന്നെ ദേവസ്വം ബോർഡിനോട് കൊടുക്കാൻ പറയും. പക്ഷേ പിണറായി വിജയൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്വാമിമാരെയും സന്യാസിമാരെയും, സന്ദീപാനന്ദഗിരി, പിന്നെ അങ്ങനെ കുറച്ച് സ്വാമിമാരുണ്ടല്ലോ, പിന്നെ ആ എല്ലാ സ്വാമിമാരെയും വേണമെങ്കിൽ അത്യാവശ്യം NSSൻ്റെയും SNDPയുടെയും നേതാക്കളെയും സമുദായ നേതാക്കളെയും ഒക്കെ കൂടി ഒരു മീറ്റിംഗ് ആര് വിളിക്കും? പിണറായി വിളിക്കും. വിളിച്ചിട്ട് പറയും അവരോടെല്ലാം ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ശബരിമല കയറ്റേണ്ട ആചാരം വേണമെന്നല്ലേ പറയുള്ളൂ. അവസാനം പിണറായി പറയും ഈ പറയുന്ന ആചാര്യന്മാരുടെയും സന്യാസിമാരുടെയും സ്വാമിമാരുടെയും ആഗ്രഹപ്രകാരവും പൊതുജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചും ആചാരങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിലും ഇനിയൊരു പ്രളയവും കോവിഡും ഒന്നും താങ്ങാൻ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് താത്വികമായി ചിന്തിക്കുമ്പോൾ ഈ വൈരുദ്ധ്യാത്മ ഭൗതികവാദം ഇപ്പോൾ പഴയതുപോലെ വർക്ക് ചെയ്യാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ അന്തർധാര പഴയതുപോലെ ആവശ്യമില്ലാത്തൊരു കാലമായതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ധൈര്യമായി ശബരിമലയിൽ കയറ്റുന്നത് നമുക്ക് നിരോധിക്കാം. ഒരു സാഹചര്യത്തിലും സ്ത്രീകളെ കയറ്റുന്നത് നമുക്ക് അനുവദിക്കേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയൻ എഴുതി അങ്ങോട്ട് കൊടുക്കും. എല്ലാവരും കൈയടിക്കും. പിണറായി വിജയൻ കീ ജയ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായിരിക്കും. അതോടുകൂടി നെഞ്ചിടിച്ച് ബോധം കെട്ട് വീഴാൻ പോകുന്നത് VD സതീശനാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇപ്പം ജയിക്കാമെന്ന് പറഞ്ഞ്, ഇപ്പം പിടിക്കാമെന്ന് പറഞ്ഞ് 90 സീറ്റ് 100 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പിടിക്കാമെന്ന് പറഞ്ഞ് VD സതീശന് സംഘവും നിൽക്കുകയാണ്. അവർക്ക് വല്ലാത്തൊരു ബോധക്കേട് വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. വരുന്ന 10 ദിവസത്തിനകത്ത് മാർച്ച് 14-നാണ് അത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് 1 ഇനി 14, ഇന്ന് 2 12 ദിവസത്തിനകത്ത് കല്ലും നെല്ലും പതിരുമെല്ലാം തിരിയും. ഹിന്ദുവിൻ്റെ വോട്ട് വീണ്ടും പിടിക്കാനായി പിണറായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ജയകുമാർ അവിടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി ശബരിമലയിലെ വിഷയം പിടിക്കപ്പെടും. അത് പിടിക്കപ്പെട്ടാൽ സ്ത്രീകൾ കയറണ്ട എന്നുള്ളൊരു നിലപാട് കേരള സർക്കാർ എടുക്കുകയും, പിന്നെ കേരള സർക്കാർ കയറണ്ട എന്ന് പറയുന്നു, ദേവസ്വം ബോർഡ് കയറണ്ട എന്ന് പറയുന്നു, കേരള സമൂഹത്തിലെ NSS അടക്കമുള്ള ആളുകളെല്ലാം കയറണ്ട എന്ന് പറയുന്നു. 67 പേർ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ 67 പേരും ഇത് കയറണ്ട എന്ന് പറയുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ 9 അംഗങ്ങളുള്ള സുപ്രീം കോടതി ബെഞ്ച് പിന്നെ എന്ത് കയറി വിധിക്കും എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. സുപ്രീം കോടതി ബെഞ്ച് ചിലപ്പോൾ മിക്കവാറും അങ്ങനെയാണെങ്കിൽ ആചാരം സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങൾ ആർട്ടിക്കിൾ 25, 26 ഒക്കെ നോക്കുന്നത് 14, 15, 16, 17 വരെയുള്ളത്, ആർട്ടിക്കിൾ 14, 15, 16 സ്ത്രീ തുല്യത, സെക്സ്, കാസ്റ്റ്, ക്രീഡ്, റേസ്, വർഗം, ഗോത്രം, സ്ത്രീ, ജെൻഡർ ഇതൊന്നുമില്ലാതെ നീതി കൊടുക്കണം എല്ലാവർക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 16 വരെയുള്ളതും, അതുപോലെ തന്നെ റിലീജിയസ് ഫ്രീഡത്തെക്കുറിച്ച് പറയുന്ന 25, 26 ആർട്ടിക്കിൾ 25, 26 ഒക്കെ നോക്കി അതിലേത് ലെവൽ വരെ ഗവൺമെൻറ്റിനും കോടതിക്കും ഇടപെടാൻ പറ്റുമെന്ന് നോക്കി, അങ്ങനെ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ 9 അംഗ ബെഞ്ച് പറയും ഒരു കാരണവശാലും ഇനി പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം 5 അംഗ ബെഞ്ച് കൂടി ഈ പറഞ്ഞത് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കും. എന്തായാലും ഒരു കാരണവശാലും സാഹചര്യം വരുന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ വീണ്ടും സ്ത്രീകൾ കയറുന്നത് നീണ്ടുപോകാനാണ് സാധ്യത. സ്ത്രീകൾ കയറാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഇതാ കേരള സർക്കാർ പോലും ഇതിനകത്ത് നിൽക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം വരാൻ പോകുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നൊരു അഫിഡവിറ്റ് കൊടുത്താൽ ഹിന്ദുക്കളെതിരാവും, കയറ്റരുതെന്നൊരു അഫിഡവിറ്റ് കൊടുത്താൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും പുരോഗമന കലാസാഹിത്യ സംഘവും യുക്തിവാദി സംഘവും പിന്നെ അങ്ങനെ ഒരു 100 സംഘടനകൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽപ്പുണ്ട്. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായി വിപ്ലവ ആശാന്മാർ, സാഹിത്യ സാംസ്കാരിക നായകന്മാർ നിൽപ്പുണ്ട്, ആക്ടിവിസ്റ്റുകൾ നിൽപ്പുണ്ട്, പരിസ്ഥിതിവാദികൾ നിൽപ്പുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ട്. അത് പിണറായി വിജയനോടുള്ള ശത്രുത കൊണ്ട് അവരൊക്കെ സൈലൻ്റായി നിൽക്കുന്നെങ്കിലും ആത്യന്തികമായി അവർ ഇടതുപക്ഷമാണ്. അവർ എന്താണ് നിലപാടെടുക്കുക എന്നറിയില്ല. തീർച്ചയായിട്ടും അവരുടെ വോട്ട് ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും പിണറായിക്ക് പണി കിട്ടും.
ഒന്നുകിൽ ഹിന്ദുക്കളുടെ വോട്ട്, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വോട്ട്. അത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു തീരുമാനമെടുക്കാൻ പിണറായി കഴിയില്ല. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ ഹിന്ദുക്കൾ ഇതൊക്കെ ഉൾക്കൊള്ളുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്താൽ വീണ്ടും 8ൻ്റെ പണിയായിരിക്കും ചേട്ടന് കിട്ടുന്നത്. അതുകൊണ്ട് പിണറായി ചേട്ടന് എന്താണ് കിട്ടുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് പറയാൻ പറ്റൂ. എന്തായാലും ഇഞ്ചോടിഞ്ച് നെക്ക് ടു നെക്കാണ് പോരാട്ടം വരാൻ പോകുന്നത്. പുതിയ യാത്ര തിരുവനന്തപുരത്ത് എത്തി. ഇനി അവർ 50 സീറ്റുകളിൽ ആളെ തീരുമാനിച്ചു എന്ന് പറയുന്നു. BJP ആളെ മാർച്ച് 11 അവർ ആളെ തീരുമാനിക്കും. 11 പ്രധാനമന്ത്രി വരുന്നതോടുകൂടി അവരുടെ മാനിഫെസ്റ്റോ പുറത്തു വരും. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ അവിടെ ആളെ കയറ്റരുത് എന്നുള്ള, അതായത് സ്ത്രീകളെ കയറ്റരുത് എന്നുള്ളതിനാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ മുൻതൂക്കം കിട്ടുന്നത്. ഇടതുപക്ഷവും അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായി. അയ്യപ്പൻ്റെ സംരക്ഷകരുടെ ഏറ്റവും മുന്നിൽ സ്വാമിയെ ശരണമയ്യപ്പ പിണറായി വിജയൻ കാണും. മിക്കവാറും ഏപ്രിൽ 14 വിഷുവിന് പിണറായി വിജയൻ മാലയിട്ട് ശബരിമല പോയാലും അത്ഭുതമില്ല. കറുപ്പുടുത്തുകൊണ്ട്, ഇതുവരെ കറുപ്പ് എതിർപ്പെങ്കിൽ കറുപ്പുടുപ്പൊക്കെ ഇട്ട് ശബരിമല പോയാലും യാതൊരു അത്ഭുതവും വരാൻ ഇല്ല.